ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഡോക്ടർ മേരി മെറ്റിൽഡ 1975-2013 കാലഘട്ടത്തിൽ മഹാരാജാസ് കോളേജിൽ പഠിപ്പിച്ച് NSS പ്രോഗ്രാം ഓഫീസറായി, ഗണിതശാസ്ത്ര വിഭാഗം മേധാവിയായി, വൈസ് പ്രിൻസിപ്പളായി സർവീസിൽ നിന്നും വിരമിച്ച ഡോക്ടർ മേരി മെറ്റിൽഡയ്ക്ക് ഈ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സൗഹൃദം സമർപ്പിക്കുന്ന ഹ്രസ്വചിത്രം അപൂർവങ്ങളിൽ അപൂർവം. ഡോക്ടർ മേരി മെറ്റിൽഡയുടെ ജീവിതം അപൂർവമാകുന്നത് എന്തുകൊണ്ട്? നമുക്കതിന്റെ മറുപടിയിലേക്ക് കടക്കാം. വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെന്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറൻറ്റ്ലി. ഇവിടെ ഡോക്ടർ മേരി മെറ്റിൽഡ എന്ന അധ്യാപിക എങ്ങനെ വ്യത്യസ്തയാകുന്നു എന്ന് നോക്കാം. ടീച്ചർ എന്നും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ടീച്ചർ നേടിയ വിദ്യാഭ്യാസ യോഗ്യതകൾ അതിനു സാക്ഷ്യം വഹിക്കുകയാണ്. പ്രതിസന്ധികളെ അവസരങ്ങളായി മാറ്റിയ ഒരാളായിരുന്നു ടീച്ചർ. ഒരിക്കൽ ടീച്ചറിന് വലപ്പാട് ശ്രീരാമ പോളിടെക്നിക് കോളേജിലേക്ക് സ്ഥലം മാറ്റമായി. വീടിനടുത്തു നിന്നുമുള്ള കോളേജിൽ നിന്നും ദൂരെയുള്ള സ്ഥാപനത്തിലേക്ക് സ്ഥലമാറ്റം ലഭിച്ചപ്പോൾ അവിടെ നിറയെ അവസരങ്ങൾ ടീച്ചറെ തേടി വന്നു. കാനഡ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂഷണൽ കോർപ്പറേഷൻ പ്രോജക്റ്റിന്റെ സ്റ്റേറ്റ് വുമൺ ചെയർപേഴ്സണായി കാനഡയിൽ പരിശീലനത്തിന് അവസരം ലഭിച്ചു. അങ്ങനെ ടീച്ചർ ഗണിതശാസ്ത്ര അധ്യാപനത്തോടൊപ്പം ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് പരിശീലകയും കൂടിയായി. കോളേജിനകത്തായാലും കോളേജിന് പുറത്ത് പരിശീലന ക്ലാസുകളിലായാലും ടീച്ചറുടെ ക്ലാസ് ശ്രവിച്ചിട്ടുള്ള ഏതൊരാളും അത് മറക്കാൻ വഴിയില്ല. അപൂർവങ്ങളായ അംഗീകാരങ്ങളും ടീച്ചറെ തേടി വന്നു. KKTM കോളേജിൽ സേവനമനുഷ്ഠിച്ച കാലത്ത് അവിടുത്തെ വിദ്യാർത്ഥികളും മഹാരാജാസിലെ പൂർവ്വ വിദ്യാർത്ഥികളും തമ്പുരാക്കന്മാരും രാജാക്കന്മാരും മെറ്റിൽഡ ടീച്ചറിന്റെ കൂടെ എന്ന പരിപാടിയിലൂടെ ടീച്ചറെ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ സംഗമങ്ങളിൽ ടീച്ചറെ എപ്പോഴും ക്ഷണിച്ചു. ഒരു സകലകലാ വല്ലഭ എന്ന് ടീച്ചറെ കുറിച്ച് പറയാം. പ്രസംഗക, കലാകാരി, പരിശീലക, എഴുത്തുകാരി എന്നിങ്ങനെ ടീച്ചർ കൈവെക്കാത്ത മേഖലകളില്ല. മഹാരാജാസ് കോളേജിൽ സമാധാന പുനഃസ്ഥാപനത്തിന് ടീച്ചറുടെ കലാവാസനയും പ്രസംഗ ചാതുര്യവും കരുത്തേകി. താൻ എടുക്കുന്ന കർശനമായ നിലപാടുകൾ ശരി തന്നെയാണെന്ന് വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തി. കലാപരിപാടികളിൽ വിദ്യാർത്ഥികളുടെ ഒപ്പം നിന്ന്
അവരിൽ വലിയൊരു സ്വാധീന ശക്തിയായി മാറി സൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ചു. മഹാരാജാസ് കോളേജിൽ നാക് റീ അക്രഡിറ്റേഷൻ നടന്നത് ടീച്ചറുടെ നേതൃത്വത്തിലാണ്. മഹാരാജാസ് റീ അക്രഡിറ്റേഷനിൽ ഏറ്റവും ഉയർന്ന ഗ്രേഡായ എ കോളേജ് കരസ്ഥമാക്കി. മെറ്റിൽഡ ടീച്ചർ സഹപ്രവർത്തകരുടെ വാക്കുകളിലൂടെ, എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് മാത്രമല്ല, ഒരു സഹോദരി എന്ന നിലയിൽ ഞാൻ മെറ്റിൽഡ മിസ്സിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു മാനേജ്മെന്റ് എക്സ്പേർട്ട് എന്ന നിലയിൽ എപ്പോഴും സെൽഫ് മോട്ടിവേഷനെ കുറിച്ച് ഞങ്ങൾക്കും ടീച്ചേഴ്സിന് അതുപോലെ തന്നെ കുട്ടികൾക്കും ഏറ്റവും നല്ല ഉപദേശം നൽകിയ ഒരു പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഞാൻ എന്നും ഓർക്കാനും നിങ്ങൾ ഓർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. മെറ്റിൽഡ ടീച്ചറിനെ പറ്റി പറഞ്ഞാൽ the first sentence I will use is that she is smart, loving, caring and very efficient administrator who cares the children, cares the family, cares her colleagues and subordinates and considers each and every one of them as special and the most loving. She is a very peculiar character and I am really happy that I get acquainted with her, work with her under her subordination, a very nice time for the institution as well as for the society. She is really an asset to the society. That is what my comment about it. എല്ലാ അധ്യാപകർക്കും മാതൃകയാക്കേണ്ട ഒരു ടീച്ചർ. ഊർജ്ജസ്വലത, ചുറുചുറുക്ക്, കാര്യപ്രാപ്തി, വിവിധ മേഖലകളിലുള്ള അവഗാഹം, കുട്ടികളോട് ഇടപെടുന്ന രീതി, ഇതൊക്കെ അതിശയകരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും ടീച്ചറെയാണ് ജീവിതത്തിലും എല്ലാ മേഖലകളിലും മാതൃകയാക്കേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട്. മെറ്റിൽഡ ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നല്ല സുഹൃത്തും ഇത് നല്ല അധ്യാപികയും, വളരെയധികം ആ ഒരു അടുപ്പം നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ കൂടുതൽ ഇടപഴകുമ്പോഴാണ് ടീച്ചറുടെ ആ ഒരു സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. മെറ്റിൽഡ ടീച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പറയാനായിട്ട് ശരിക്കും വാക്കുകളില്ല. ഇവിടെ ഏതെങ്കിലും ഒരു വാക്കുകൾ ടീച്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഡിക്ഷണറിയിലൊന്നും കാണത്തില്ല. അത്രയ്ക്കും എന്താണ് ക്വാളിറ്റി വൈസും എല്ലാ രീതിയിലും ടീച്ചറിനോട് എനിക്ക് ഭയങ്കര ബഹുമാനവും ആദരവ് സ്നേഹമൊക്കെയാണ്. ടീച്ചറിൻ്റെ പ്രസംഗങ്ങളൊക്കെ ഒന്ന് കേൾക്കേണ്ടതാണ്. എനിക്ക് ആ പ്രസംഗങ്ങളൊക്കെ ഇനി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നല്ല, നമുക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഓരോ ടീച്ചറിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഓടിയെത്താറുണ്ട് ആ ഹോളിലേക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. ഒരു ലൈനെങ്കിലും വിട്ടുപോയാൽ അത് മിസ് ചെയ്തതിനെപ്പറ്റി ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുമുണ്ട്. അത്രയ്ക്ക് ഇഫക്റ്റീവാണ് ക്ലാസ് ഓഡിയൻസിനെ പിടിച്ചിരുത്താനും എല്ലാ രീതിയിലും ടീച്ചറിനെ നമുക്ക് ഒരു അപൂർവങ്ങളിൽ അപൂർവം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് ശരിക്കും ഡോക്ടർ മേരി മെറ്റിൽഡ. പ്രിൻസിപ്പൽ മെറ്റിൽഡ മാഡം വളരെ എല്ലാ ആളുകൾക്കും വളരെ ഹൃദ്യമായ പെരുമാറ്റത്തിൻ്റെ ഉടമയായിരുന്നു എന്നതാണ് ആദ്യമായി പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഒരു വലിയ കോളേജിൽ മാഡം അതിൻ്റെ പ്രിൻസിപ്പളായിരിക്കുമ്പോൾ വളരെ ലളിതമായ തരത്തിൽ ഈ കോളേജിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കയ്യിലൊതുക്കിക്കൊണ്ടാണ് മാഡം ഒരു വർഷം ഏകദേശം കഴിച്ചു കൂട്ടിയത്. മാഡത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാ ആളുകളോടും പേഴ്സണലായിട്ടുള്ള അറ്റാച്ച്മെൻ്റുള്ള ഒരു പ്രത്യേക അട്രാക്റ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റിയുടെ ഉടമയാണ് മെറ്റിൽഡ മാഡം. മാത്രമല്ല എന്തൊക്കെ പ്രതിസന്ധികളും ഏതൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും അത് പേഴ്സണലാകട്ടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് എന്താണെങ്കിലും എല്ലാറ്റിനെയും പോസിറ്റീവായി മാത്രം കണ്ടുകൊണ്ട് അതിനെ തരണം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് മാഡത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മെറ്റിൽഡ ടീച്ചർ മാത്തമാറ്റിക്സ് വകുപ്പിൻ്റെ മേധാവിയായിരുന്നപ്പോൾ ആ ബന്ധം കുറച്ചുകൂടെ ശക്തമായി. പിന്നീട് വൈസ് പ്രിൻസിപ്പലായിട്ടും മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലുമായിട്ടും ടീച്ചർ വന്നപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. കാരണം കോളേജിൻ്റെ ഹൃദയ സ്പന്ദനങ്ങൾ വളരെയധികം അടുത്തറിയുന്ന ഒരു വ്യക്തി മഹാരാജാസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായി വരുന്നത് കോളേജിന് എന്തുകൊണ്ടും നന്നായിരിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസം
പൂർണ്ണമായിട്ടും ശരിയാവുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ 7 മാസങ്ങളായി മെറ്റിൽഡ ടീച്ചറിൻ്റെ പ്രവർത്തനങ്ങൾ. മഹാരാഷ്ട്രയിലെ എല്ലാ യൂണിയൻ പ്രവർത്തനങ്ങൾക്കും നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തൊരു പ്രിൻസിപ്പളാണ് ഡോക്ടർ മേരി. ഒരു രാഷ്ട്രീയ ഭേദം ഇല്ലാതെ എല്ലാ വിദ്യാർത്ഥികളും, അത് പുരോഗമന പ്രസ്ഥാനമായാലും മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തോടായാലും എല്ലാവരോടും നല്ല സമീപനം സ്വീകരിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഏത് ആവശ്യം പറഞ്ഞാലും അതിൻ്റെ ശരിയായ വിഷയങ്ങൾ ചിന്തിച്ചിട്ട് നമുക്ക് വേണ്ടി കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നൊരു നല്ലൊരു പ്രിൻസിപ്പളാണ്. നല്ലൊരു ടീച്ചർ എന്ന നിലയിൽ ടീച്ചർ അദ്ദേഹത്തിന് ചുമതലകൾ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. മഹാരാഷ്ട്ര ടീച്ചർ പാടിയിറങ്ങി പോകുമ്പോഴത്തേക്കും മഹാരാഷ്ട്രയിൽ ഒരു വലിയ നഷ്ടം തന്നെയായിരിക്കും. കാരണം ഇത്രയും മികച്ച ഒരു അധ്യാപിക, അതോടൊപ്പം നല്ലൊരു സംഘാടകയും കൂടിയാണ് മഹാരാഷ്ട്ര നഷ്ടപ്പെടുന്നത്. ഈ ഒരു അക്കാദമി ടീച്ചറുടെ പ്രിൻസിപ്പളായ ഒരു അക്കാദമി വളരെയധികം നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത്. രാഷ്ട്രീയം, അത് ഗ്രേഡ്, അതുപോലെ കലോത്സവത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ അക്കാദമിക് നിലവാരം, മറ്റ് സാമൂഹിക മേഖലയിൽ, അതുപോലെ രാഷ്ട്രീയ മേഖലയിൽ എല്ലാം തന്നെ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ നമ്മുടെ ക്യാമ്പസിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിദ്യാർത്ഥികളുടെയൊക്കെ കഴിവിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി മറ്റ് ഏതൊരു പ്രിൻസിപ്പാൾമാരെക്കാളും ഉപരിയായിട്ട് വിദ്യാർത്ഥികൾ കൂടെ നിന്നുകൊണ്ട് ഇടപെട്ടൊരു അധ്യാപികയാണ് ഡോക്ടർ മേരി മെറ്റിൽഡ. അത് ആ ടീച്ചറിന് കീഴിൽ ഒരു യൂണിയൻ പ്രവർത്തനം നടത്തുവാൻ നമുക്ക് സാധിച്ചു. ആ ടീച്ചറിന് കീഴിൽ ഒരു യൂണിയൻ ചെയർമാനായിട്ട് നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ടീച്ചർ കാട്ടി തന്ന നല്ല പാതയിലൂടെ മുമ്പോട്ട് പോകുന്ന ഈ മഹാരാഷ്ട്ര മുഴുവൻ വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെ. അത് എന്നും ടീച്ചറുടെ സേവന മഹാരാഷ്ട്ര എന്നും നല്ല ഓർമ്മയിലെന്നും നന്നായി തന്നെ സ്നേഹത്തോടുകൂടി സ്മരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. അന്നേരം ഏറ്റവും നല്ല ഷാർപ്പ് ഒരു പ്രിൻസിപ്പളായിട്ടാണ് കാണുന്നത്. അഡ്മിനിസ്ട്രേഷൻ രംഗത്താണെങ്കിലും അക്കാഡമിക് രംഗത്താണെങ്കിലും കോളേജിൻ്റെ അക്രഡിറ്റേഷൻ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് കാര്യമായിട്ട് പ്രവർത്തനം ടീച്ചർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ടീച്ചർ വന്നുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ അക്രഡിറ്റേഷൻ കിട്ടാനും. മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ മേരി മെറ്റിൽഡ വളരെ സുദീർഘമായ സേവനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ഇവിടെ പഠിക്കുകയും ഇവിടെ അധ്യാപികയായിട്ട് ദീർഘകാലം സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്ത മെറ്റിൽഡ മഹാരാജാസ് കോളേജിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, നാക് അക്രഡിറ്റേഷന് വേണ്ടി വളരെയധികം പ്രയത്നിച്ചു. ഇനി ടീച്ചറുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജ് പ്രൊഫസറായിരുന്ന പരേതനായ PV വറീദിന്റെയും ക്രൈസ്റ്റ് കിങ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപിക ട്രീസ റീറ്റയുടെയും മകൾ, കൊച്ചിൻ ഷിപ്പ്യാർഡ് മാനേജരായി റിട്ടയർ ചെയ്ത KT മാത്യു ആണ് ഭർത്താവ്. മകൻ ബെർട്ടിൻ മാത്യു, മരുമകൾ ആൻ മേരി മാത്യു. രണ്ടുപേരും ദുബായിൽ എഞ്ചിനീയർമാർ. മകൾ ആശ M, BTech MBA ബിരുദധാരിണി, തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ബിസിനസ് അനലിസ്റ്റായി ജോലി ചെയ്യുന്നു. ടീച്ചർക്ക് സൗഹൃദം ഇതിനേക്കാൾ തിളക്കമാർന്ന ഭാവി ആശംസിക്കുന്നു. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ